ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. KSU-SFI വിദ്യാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. കോളേജിൽ പഠിപ്പ് മുടക്ക് നടത്തി. ഇരുവിഭാഗവും പരസ്പരം കൊടിതോരണങ്ങൾ നശിപ്പിച്ചതായാണ് പരാതി. കവാടത്തിന് മുന്നിലെ ഗാന്ധി സ്ക്വയറിലാണ് കൊടിതോരണങ്ങൾ ഉണ്ടായിരുന്നത്. വെള്ളിയാഴ്ച മന്ത്രി ആർ ബിന്ദു കോളേജിലെത്തുന്നത് പ്രമാണിച്ച് SFIക്കാർ കൊടിതോരണങ്ങൾ കെട്ടിയിരുന്നു. നവാഗതർക്ക് സ്വാഗത കമാനവും സ്ഥാപിച്ചിരുന്നു. ഇവയാണ് നശിപ്പിച്ചതെന്ന് SFI ആരോപിച്ചു. ഇവിടെ നമുക്ക് ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഗാന്ധി സർക്കിൾ എന്നുള്ളൊരു സ്ഥലം KSUക്കാരതാണെന്ന് അവർ തന്നെ അങ്ങ് തീരുമാനിച്ചു പോവാണ്. അവിടെ SFIക്കാർ പരിപാടി നടത്താൻ പാടില്ല, SFIയുടെ കൊടി പാടില്ല എന്നൊക്കെ KSUക്കാർ തന്നെ തീരുമാനിച്ച് അവരെന്നെ നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ 1ാം വർഷ വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിലേക്ക് വന്നൊരവസ്ഥയാണ്. നമ്മൾ ആ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന സമയമാണ്, അവർക്ക് വേണ്ട പരിപാടികൾ നടത്തിപ്പോകുന്ന സമയമാണ്. അപ്പോൾ ഈ 1ാം വർഷ വിദ്യാർത്ഥികൾ SFIയോട് ഐക്യപ്പെട്ട് SFIയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏറ്റെടുക്കുമ്പോൾ ഹാലിളകിയ KSU അവരുടെ തീറ്റ മത്സരം കഴിഞ്ഞ് അവരും പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞേരെ നമ്മുടെ കൊടികൾ അവരുടെ കേന്ദ്രമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നമ്മുടെ കൊടികളും തോരണങ്ങൾ എടുത്തു മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ ചോദിക്കാൻ പോയ സമയത്ത് അവർ പറഞ്ഞത്, നിങ്ങളെ കൊടിയല്ലേ, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പോയി തപ്പി കണ്ടുപിടിക്കുന്നു. ഈ ക്യാമ്പസ് ഒരു സർക്കാർ കലാലയമാണ്. ഇവിടെ എല്ലാ സംഘടനകൾക്കും സ്വൈര്യവിഹാരത്തോടെ പ്രവർത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാനായിട്ടുണ്ട്. നമ്മുടെ യൂണിയൻ മെമ്പറായിട്ടുള്ള ഒരു കൊച്ചിനെ, മാഗസിൻ എഡിറ്ററായിട്ടുള്ള കൊച്ചിനെയാണ് അവർ ദേഹത്ത് കൈവച്ചത്. അതിൽ അങ്ങനെ നമ്മളെ കൈവെക്കുമ്പോൾ നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും നേരം നമ്മളെ പ്രകോപിപ്പിച്ചിട്ടും നമ്മൾ പിന്നോട്ട് പോയി നമ്മളിൽ ഒരാളായിട്ടുള്ള ഈ കോളേജിലെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരാളെ ദേഹത്ത് തൊട്ടപ്പോഴാണ് SFI ആദ്യമായിട്ട് ഒരു പ്രതികരിച്ചു പോയിട്ടുള്ളത്. നമ്മുടെ ആളെ തട്ടിട്ട് നമ്മളെ മർദ്ദിച്ചിട്ട് അവരിപ്പോൾ കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കാണ്. അതേസമയം പ്രകോപനമില്ലാതെ തങ്ങളെ ആക്രമിക്കുകയാണെന്നാണ് KSU പറയുന്നത്. വെള്ളിയാഴ്ചയാണ് പുതിയ ഹോസ്റ്റൽ ഉദ്ഘാടനത്തിനായി മന്ത്രി ബിന്ദു കോളേജിലേക്ക് എത്തുന്നത്. UTV ന്യൂസ്, പാലക്കാട്.